ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ മുൻപായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. മുൻപെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പുതിയ വീട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പം അവിടെ ഒന്നും ചെയ്തിട്ടില്ല, കാരണം അലമാര ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നേ. അങ്ങനെ പിന്നെ അവിടെ മൊത്തവും ഇങ്ങനെ ഓരോ കവറിലാക്കി ഒതുക്കി വെച്ച് അത്യാവശ്യം ഞാനെല്ലാം സെറ്റ് ചെയ്തു. ഇത് ഞാൻ അതിന് മുമ്പായിട്ട് എടുത്തൊരു വീഡിയോ. അപ്പം ഓൾറെഡി തലേന്ന് തന്നെ ഞാൻ എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട് എനിക്ക്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക, റെഡി ആവുക, പെട്ടെന്ന് പോവുക, അതായിരുന്നു പ്ലാൻ. അതേപോലെ തന്നെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ അലീന വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ട്രെയിൻ കുറച്ചൊന്ന് ഡിലേ ആയി. എനിക്കൊന്ന് ഒരു അറൗണ്ട് 5 to 10 മിനിറ്റ്സ് അങ്ങോട്ടേ ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിതാ ഇത്രയും സാധനങ്ങളും ഉണ്ട്, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോകുമെന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പെട്ടി ഭയങ്കര വെയിറ്റാണ് ഗൈസ്, നല്ല വെയിറ്റ്. പിന്നെ വണ്ടി വന്നു, അങ്ങനെ തന്നെ നിൽക്കേണ്ടി വന്നു. എനിക്ക് ആദ്യം തന്നെ കയറിയപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ചെന്ന സ്ഥലവും മറ്റേ സൈക്കിളൊക്കെ വെക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ കുറേ സൈക്കിൾ, ഇപ്പം സമ്മറൊക്കെ ആയതുകൊണ്ട് കുറേ പേരും സൈക്കിളിനൊക്കെ പോകുന്നതല്ലേ. അങ്ങനെ നേരെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിമുട്ടിയൊക്കെ ഞാൻ എയർപോർട്ടെത്തി. എയർപോർട്ടിലാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് ഗൈസ്. അങ്ങനെ നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൻ്റെ ടൈമായി. ഫ്ലൈറ്റിലോട്ട് കയറുവാണ് ഗൈസ്. ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ഹെറോസസ് എയർ ഹോസ്റ്റസ് വന്നിട്ട് ഇതെല്ലാം കാണിച്ചു തന്നു. അപ്പം ഞാൻ എനിക്കെൻ്റെ വിൻഡോ സീറ്റും ഫസ്റ്റ് സീറ്റ്, അതായത് നമുക്ക് ലെഗ് സ്പേസൊക്കെ ഉള്ളൊരു സീറ്റായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പം അതെന്തായാലും കാര്യമായി, കാരണം ഞാൻ തലേന്ന് തൊട്ടേ ഒരാഴ്ചയായിട്ട് വീട് മാറുന്നതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ കയറി ഇറങ്ങി ഈ സാധനങ്ങൾ പറക്കിയെടുക്കുക എല്ലാം ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കാലൊക്കെ അങ്ങ് നീരായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ നേരെ എനിക്ക് ഫ്രാങ്ക്ഫർട്ട് ടു ഡൽഹിയാണ് ആദ്യം. അപ്പോൾ ഡൽഹിയിൽ ചെന്നിട്ട് കുറേ ഇച്ചിരി ലേ ഓവർ വന്നു. കാരണം ഇപ്പോൾ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ ഇസ്രായേലും ഇറാനും ഒക്കെ ആയിട്ട്. അത് കാരണം അവിടെ ഒരു ഡിലേ വന്നു. പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു, 1 hour ഡിലേ ആയിട്ടാണ് വന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ടൈം എനിക്ക് ഡൽഹിയിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷെ കുഴപ്പമില്ല. എന്നാലും 2:30 കൊച്ചിയിലെത്തേണ്ട ഞാൻ എത്തിയത് രാത്രി 7:30. അതാണ് വ്യത്യാസം വന്നത്. പിന്നെ ഇവിടെ കുറച്ച് പോസ്റ്റായിരുന്നു. പിന്നെ കറക്റ്റ് സമയത്തിന് അവർ വിളിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൽ കയറി. ഞാൻ എയർ ഇന്ത്യയിലായിരുന്നു കേട്ടോ വന്നത്. അപ്പം ഫ്രാങ്ക്ഫർട്ട് ടു ഡൽഹിയിൽ നമ്മുടെ ഈ അപകടത്തിൽപ്പെട്ട ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ബോയിങ് 787, അത് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റ് മറ്റേ വിസ്താര ആയിരുന്നു, എയർ ഇന്ത്യയുടെ തന്നെ. അപ്പം നല്ല ഫ്ലൈറ്റ് ആയിരുന്നു, എനിക്ക് അങ്ങനെ മോശമായി പറയാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്നെ വിളിക്കാൻ വേണ്ടി അശ്വിൻ വന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിൽ നിന്ന് വന്നില്ല, കാരണം ഡിലേ ആയതുകൊണ്ട്. കൊല്ലത്ത് നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാനും അശ്വിനും കൂടെയാണ് വീട്ടിലോട്ട് തിരിച്ചു വന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് എനിക്ക് പിന്നെ ഇങ്ങനത്തെ കുറച്ച് വട്ടത്തരങ്ങളൊക്കെ ഉണ്ടാക്കാൻ എടുത്ത്. പിന്നെ നേരെ പിറ്റേ ദിവസം രാവിലെ രാവിലെയാണ് ഞാനെൻ്റെ വീട്ടിൽ വന്നത്. അപ്പം വീട്ടിൽ വരുന്ന ചെറിയൊരു വ്യൂ ആണ് ഗൈസ്, നിങ്ങളൊന്ന് കണ്ടു നോക്കി. എൻ്റെ പപ്പയും എൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ്, അനിയനുമാണ് വീട്ടിലുള്ളത്. അപ്പം ഞാൻ കാണിച്ചു തരാം. പപ്പ ഇപ്പം വന്ന് ഗേറ്റൊക്കെ തുറന്നൊക്കെ തരും. പിന്നെ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് ഗൈസ്, കാരണം അശ്വിനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്തോളാം, എനിക്ക് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്തത് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ആ കാണുന്നതാണ് എൻ്റെ വീട്, ആ വൈറ്റും ആ ഒരു ഷെയ്ഡൊക്കെ വരുന്നതാണ്. ഇതാണ് എൻ്റെ വീട്. പപ്പ വന്ന് ഓൾറെഡി നിൽപ്പുണ്ട് ഗേറ്റൊക്കെ തുറന്ന്. പപ്പ വിചാരിച്ചു ഞാനാണെങ്കിൽ ഇവിടെ ശക്തികുളങ്ങര എത്തിയപ്പോഴേ പപ്പ ഞാൻ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ വിചാരിച്ചു വീടെത്തിയെന്നാ പറഞ്ഞതെന്നും പറഞ്ഞ് നേരത്തെ തന്നെ ഗേറ്റെല്ലാം തുറന്ന് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതാണ് എൻ്റെ പപ്പ, നിൽക്കുന്നതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.